ഡൽഹിയിലൊക്കെ സ്ഥലത്തിന് ഭയങ്കര വിലയാണ്. അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ശരിക്കും വെള്ളം കെട്ടുന്ന ഒരു സ്ഥലം, അവിടെ വഴുതനങ്ങ കൃഷി ചെയ്ത ഒരു 7 ഏക്കർ സ്ഥലം ഒരാൾ കാണിച്ചു തന്നു. അവിടെ നിന്ന് ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയാണ്, ഈ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇത് ദൈവസ്വരം കേട്ട സ്ഥലമാണ് പങ്കുവെച്ച. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം മേടിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് ഇബ്രാഹിംപൂർ, എന്ന് വെച്ചാൽ ഒരു വാഗ്ദാന ഭൂമി എന്ന് ഞങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചു. ആ ധ്യാന കേന്ദ്രം വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇന്ന് ഞങ്ങളുടെ പല പ്രോഗ്രാമുകളും അവിടെ വെച്ചാണ് നടത്തുന്നത്. അവിടെ നിത്യാരാധനയുണ്ട്. 1967 നമുക്ക് സഭയിൽ മൊത്തം ഒരു പെന്തക്കോസ്താനുഭവം, ഒരു പുതിയ പെന്തക്കോസ്താനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കാറുള്ളത് ഇങ്ങനെയാണ്, നമ്മൾ അന്ന് പണ്ടുണ്ടായി, അതിനുശേഷം വീണ്ടും 67 അതോടുകൂടി തീർന്നു എന്ന്. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ല. കാരണം സഭയുടെ നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്താനുഭവങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പെന്തക്കോസ്താനുഭവം വീണ്ടും ഉണ്ടാകണം. അപ്പം പഴയ ഒന്നുണ്ടായിട്ട് ഇപ്പോൾ 50 വർഷമാകാൻ പോവുകയാണ്. 2017 നമ്മൾ അതിൻ്റെ ഗ്രേറ്റ് ജൂബിലി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 50 വർഷം ആകുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒരു പെന്തക്കോസ്താനുഭവം. അപ്പോൾ ആ പെന്തക്കോസ്താനുഭവത്തിലൂടെ നവീകരിക്കപ്പെട്ടവരുടെ പെർസെൻറ്റേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 12% വ്യക്തികളെ നവീകരിക്കപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ 100% സഭ നവീകരിക്കപ്പെടണം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ലോക്സഭാ ജോയിൻറ്റ് സെക്രട്ടറി ആൻഡ് ചീഫ് ഓഫ് പ്രോട്ടോകോൾ ശ്രീ സിറിൽ ജോണും കുടുംബവുമാണ്. സാർ, ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. സാറിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതെൻ്റെ ഭാര്യ എൽസമ്മയാണ്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. മൂത്തയാൾ യൂജിൻ സിറിൽ ഗുവാഹട്ടിയിൽ പോസ്റ്ററാണ്. മാരുതി സുസുക്കിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഭാര്യ ആഷിത ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 2 വർഷം ഒമാനിൽ ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ PG ചെയ്യാനായിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ചെയ്യുവാനായിട്ട് ദുബായിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് മോള് മർലിൻ ഇപ്പോൾ MA കഴിഞ്ഞിട്ട് B.Edന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4മത്തെ ആൾ കാരലിൻ ഇപ്പം ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അജ്മീർ സോഫിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2മത്തെ ആളുടെ പേര് ജെറിൽ ജെയിംസ്. സാർ ലോക്സഭയിൽ തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഒപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സാറിനോട് ചോദിക്കുകയുണ്ടായി ഇത് രണ്ടും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുടുംബജീവിതവും ലോക്സഭയിലെ ജോലിയും സുവിശേഷ പ്രവർത്തനവും, ഇത് 3ഉം എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? ഒപ്പം കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 3ഉം നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ബേസിക് കോളിംഗ് ഫാമിലിക്ക് വേണ്ടിയാണ്. അപ്പം ഫാമിലിയെ നിഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സമയം കൊടുക്കാതെ ഞാൻ സുവിശേഷ വേല ചെയ്താലും ഓഫീസ് ചെയ്താലും അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മെരിറ്റുമില്ല. ദൈവസന്നദ്ധിയിൽ അത് സംപ്രീതമാകുകയില്ല എന്നുള്ള ഉറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പം മറ്റ് 2 കാര്യങ്ങളിലും നീതി പുലർത്തുന്നതിൽ ഒപ്പം കുടുംബത്തോട് പൂർണ്ണമായിട്ട് ഞാൻ നീതി പുലർത്താറുണ്ട്. നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത്ര സമയം കൊടുക്കുക, ഭാര്യയ്ക്ക് വേണ്ടപ്പെട്ട സമയം കൊടുക്കുക. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പം ആ രീതിയിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധാലുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. എന്നെക്കാൾ നന്നായിട്ട് ഭാര്യയ്ക്കാണ് പറയാൻ സാധിക്കുക അതിനെപ്പറ്റി. ഓക്കെ, മാഡത്തോട് തന്നെ ചോദിക്കാം. സിറിൽ സാർ എന്ന ലോക്സഭയിലെ ഉദ്യോഗസ്ഥൻ, തിരക്കുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ലോക്സഭയിൽ തൻ്റെ പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സിറിൽ ബ്രദർ എന്ന സുവിശേഷകൻ, ഒപ്പം ഈ ഭർത്താവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ഞങ്ങൾക്ക് നന്നായിട്ട് സമയം തരാറുണ്ട് ഇത്രയും തിരക്കിനിടയ്ക്കും. പിന്നെ ഒരിക്കലും ഇതിലൊരു സിറിലേട്ടനിങ്ങനെ കരിസ്മാറ്റിക്കിനും ഓഫീസിന് വേണ്ടി സമയം കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ആ കൊടുക്കുന്നതിനൊപ്പം ഞങ്ങൾക്കും സമയം തരാറുണ്ട്. സാറ് എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെൻറ്റ്? സാർ എന്തെങ്കിലും സ്കൂളിലോ പോയി പഠിച്ചിട്ടുണ്ടോ ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്? ഒന്ന് വിശദമാക്കാമോ? അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റിനെ പറ്റി ഒരു ക്ലാസ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ ഞാൻ പ്രാവർത്തികമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. അതായത് ദൈവം തന്ന ദാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദാനമാണ് സമയം. നമുക്ക് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും രാത്രി 12 മണിയാകുമ്പോഴത്തേനും നമ്മളുടെ അക്കൗണ്ടിലേക്ക് 24 മണിക്കൂറുകൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ ഈ താലന്തുകളുടെ ഉപമ എന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ 24 മണിക്കൂർ. അപ്പോൾ ആ 24 മണിക്കൂറിൽ
എൻ്റെ ജോലിയുണ്ട്, 8 മണിക്കൂർ ഒഫീഷ്യൽ ജോലി, 2 മണിക്കൂർ പോയി വരാനായിട്ട്. ഞാൻ ലേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ നേരത്തെ പോകുന്നു. അതിനുശേഷം ഉറങ്ങാനായിട്ട് ഞാൻ മാക്സിമം 6 മണിക്കൂർ, അതിൽ കൂടുതൽ ഒരിക്കലും ഉറങ്ങാറില്ല. എൻ്റെ നിയമം അതാണ്. എത്ര അവധിയാണെങ്കിലും ശരി 5 to 6 മാക്സിമം. അതിൽ കുറയാറുണ്ട്, പക്ഷേ അതിൽ കൂടാറില്ല. അതിനുശേഷം പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് മാറ്റിയാലും വീണ്ടും എനിക്ക് കുടുംബത്തിന് 1-2 മണിക്കൂർ ആവറേജ് കൊടുക്കാൻ സാധിക്കും ഒരു ദിവസം. ബാക്കിയുള്ള സമയം ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാറ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ടൈം വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുക, വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ സമയം കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുക, ഒന്നിച്ച് പോയിരുന്ന് ചായ കുടിക്കുക. ഞാൻ ചായ കുടിക്കാറേയില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാറില്ല. ആരുടെ ഓഫീസിൽ സാധാരണ ഞങ്ങളുടെ വ്യക്തികൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു മുറിയിൽ കൂടി ഇരുന്ന് കുറേ നേരം ഇരുന്ന് വർത്തമാനം പറയുക. ഇത് ലഞ്ച് ടൈമിൽ പോലും ഞാൻ ആ 1 മണിക്കൂർ ഞാൻ ഇരുന്ന് ജോലി ചെയ്യുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ കളയാതിരിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കളയുകയോ വെറുതെ കളയുകയോ സംസാരിച്ച് കളയുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയം പോലും ഞാൻ വണ്ടി സ്വയം ഓടിക്കുകയാണെങ്കിൽ അന്നേരവും, ഡ്രൈവറാണ് ഓടിക്കുന്നെങ്കിലും അന്നേരവും ഞാൻ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സമയത്തിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ വഴി എല്ലാ കാര്യത്തിനും എനിക്ക് സമയം കിട്ടാറുണ്ട്. പിന്നെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പോൾ എത്ര ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും എൻ്റെ ഫാമിലിയെ എനിക്ക് സമയം കൊടുക്കാതെ, അപ്പോൾ അവരുടെ മുഖഭാവത്തിനൊരു വ്യത്യാസം വന്ന ഒരു ദിവസമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ശക്തിയില്ലേ, എനിക്ക് തോന്നുന്ന നല്ലൊരു ഹോഴ്സ് പവർ എനിക്ക് അനുഭവിക്കാറുണ്ട്. ഇത് ഭയങ്കര ഒരു ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ടുള്ള നല്ല ഒരു ഉത്സാഹം എനിക്ക് തോന്നാറുണ്ട്. അന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ പോകും. കാരണം അത് സാധിക്കില്ല. കാരണം അങ്ങനെ ഒരിക്കലും നമുക്ക് കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഒരപ്പൻ എന്ന രീതിയിലോ ഒരു ഭർത്താവ് എന്ന രീതിയിലോ ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകുകയില്ലെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന കൂടുതലാണ് ഞാൻ. ഇപ്പം കരുതലുള്ള ഒരപ്പനും ഭർത്താവുമാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഇത്രയും തിരക്കിനിടയ്ക്കും കുടുംബത്തിന് വേണ്ടി ഇത്രയും കരുതുന്ന ഭർത്താവിനെ അല്ലെങ്കിൽ അപ്പനെ ഭാര്യയും മക്കളും ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ വീട്ടിൽ നല്ലൊരു സന്തോഷമുള്ളൊരു അന്തരീക്ഷമാണ് കൊടുക്കാറുള്ളത്. മടുത്ത് വരുമ്പോഴും പിന്നെ വേറെന്തെങ്കിലും പ്രോഗ്രാം, വീണ്ടും ഫോണും ഇൻ്റർനെറ്റും എല്ലാമായിട്ട് കണക്ഷനാണേലും ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ അധികം ശല്യപ്പെടുത്താതെ, അതായത് വർക്ക് ഇത്രയും ചെയ്യാനുണ്ടല്ലോ, കാരണം ഞങ്ങൾക്ക് പിന്നെ സമയം കിട്ടും. അത് ഞങ്ങൾക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ നടക്കാൻ പോകുമ്പോഴോ സംസാരിക്കും, പിള്ളേരെ കൊണ്ടുപോകും, ചിലപ്പം പുറത്ത് പോകുമ്പോഴോ, അങ്ങനെ ഞങ്ങൾക്കായിട്ടൊരു ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലില്ല. സാറിന് നല്ലൊരു കുടുംബ സാഹചര്യം ഒരുക്കി മാഡം കൊടുക്കാറുണ്ട്. സാറിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളിയാവാറുണ്ടോ? ഉണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന വഴി സഹായിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക, അതായത് പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. സെമിനാരിയൻസിനെ പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എൽസമ്മ പറഞ്ഞത് കൂടാതെ ഞാൻ കുറച്ചുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൽസമ്മ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിട്ട് മടിക്കുന്നെന്ന് തോന്നുന്നു. ഞാൻ ഒരു സുവിശേഷ വേലയിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ എൽസമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട് അതിനകത്ത്. എൽസമ്മ വളരെ ശക്തിയായൊരു മധ്യസ്ഥയാണ്, വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ അതുകൊണ്ട് പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ തന്നെയാണ് പോകുന്നതെങ്കിൽ എൽസമ്മയും കൂടെ കൂടാറുണ്ട്. കാരണം എനിക്ക് ഉറച്ച വിശ്വാസമാണ് എൽസമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ശക്തമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എനിക്ക് വലിയൊരു ശക്തിയാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ജൂൺ മാസത്തിൽ, ഈ 2015 ജൂൺ മാസത്തിൽ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലൻഡ് എന്ന് പറയുന്ന ആ ഐലൻഡിൽ താമസിച്ചുള്ളൊരു ധ്യാനം ഉണ്ടായിരുന്നു. 50 പേർക്ക്, കനേഡിയൻസ് ആയിട്ടുള്ള വ്യക്തികളാണ്, അവർക്ക് വേണ്ടിയുള്ളൊരു ധ്യാനം. അപ്പോൾ എൽസമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ധ്യാനത്തിൻ്റെ സമയത്ത് 50 കൊന്ത ചൊല്ലി ഇതിൽ ഓരോ വ്യക്തികൾക്കും വേണ്ടി കാഴ്ചവെച്ചു. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയുള്ളൊരു ധ്യാനമായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ 5-6 സ്ഥലങ്ങളിലായിട്ട് അവർ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ തുടങ്ങി.
അപ്പം ശരിക്കും ഈ ന്യൂ ഫൗണ്ട്ലൻഡിലൊക്കെ സഭ ഒത്തിരി അധപ്പതിച്ച് ക്ഷയിച്ചു പോയ ഒരവസ്ഥയിലാണ്. പള്ളികൾ വിറ്റുകൊണ്ടിരിക്കുന്നു, യുവജനങ്ങൾ പള്ളിയിൽ നിന്ന് വരാത്ത അവസ്ഥ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ശരിക്കും അവർക്കൊരു ഉറച്ച ബോധ്യം ലഭിച്ചു, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന്. ആ ബോധ്യത്തോടു കൂടി അവർ തിരിച്ചു പോയപ്പോൾ അവർ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി റെഗുലറായിട്ട് എനിക്കിങ്ങനെ അവർ കത്തുകൾ വഴി അറിയിക്കാറുണ്ട്. അപ്പോൾ അത് ആ സഭ അവിടെ വളരുവാനായിട്ട് സുവിശേഷം മാത്രമല്ല ഈ മധ്യസ്ഥ പ്രാർത്ഥനയും സഹായിച്ചു. അപ്പം അങ്ങനെ എൽസമ്മ ശരിക്കും എൻ്റെ മിനിസ്ട്രിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ മക്കൾക്ക് ഉറച്ച ബോധ്യമുണ്ട് ഞാൻ ചെയ്യുന്നതിനെ പറ്റി. അവർ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുന്നു. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാനും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും അവർക്ക് യാതൊരു മടിയില്ല. പ്രാർത്ഥനയിൽ അടിയുറച്ച ഒരു കുടുംബമാണ് നിങ്ങളുടേത്. അപ്പം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന, ദിവ്യബലിയിലെ പങ്കാളിത്തം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ ഒരാളെ ഉള്ളെങ്കിലും, അത് മക്കളിൽ ഒരാളോ ഞാനോ ആരെങ്കിലും ആയിക്കോട്ടെ, വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ 8 മണിയാകുമ്പോൾ ഞങ്ങൾ കുരിശ് വരച്ചിരിക്കും. അത് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും അത് ചെയ്യാറുമുണ്ട്. പിന്നെ ഞങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഏത് സ്ഥലത്ത് എവിടെയാണോ അവിടെ അവർ കൊന്ത ചൊല്ലിയിരിക്കും. അത് ചിലപ്പോൾ 8 മണി എന്നുള്ളതല്ല, ഏതെങ്കിലും സമയത്തായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും എല്ലാവരും. അതുമാതിരി പ്രാർത്ഥന ഞങ്ങൾ വീട്ടിലുള്ള സമയത്ത് എല്ലാവരും കൂടി പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. 4 പേരുടെ, ഇപ്പോൾ 5 പേരുണ്ട്, 5 പേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതിന് ശേഷം സ്തുതി ചെല്ലുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ 2 പേരുടെയും തലയിൽ കൈവച്ച് മക്കളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾ വാങ്ങാറുണ്ട് എല്ലാ ദിവസവും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആത്മീയമായ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? ഈ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അതോ നമുക്ക് മനസ്സിലാകുന്നു മാതാപിതാക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു? ഇത് ഒന്ന് വിശദമാക്കാമോ? അത് നമ്മൾ ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ടല്ലോ, ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബങ്ങളുടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യുണൈറ്റഡ് ഫാമിലീസ് ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഫാമിലികൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം കാണിക്കാറില്ല. ഞങ്ങൾ ആദ്യം മുതൽ അതിനെപ്പറ്റി വളരെ ബോധവൽക്കരണം ഉള്ളവരാണ്. അതിനെപ്പറ്റി വളരെ ഉറച്ച ബോധ്യമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മക്കൾ ഉണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വരിക. ഇനിയിപ്പോൾ പഠിത്തത്തിന് പോയതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ജോലിക്ക് പോയിട്ട് താമസിച്ച് വരുന്നതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. 8 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും മുട്ടയിൽ നിന്നാണ് പ്രാർത്ഥിക്കുക. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത സമയത്താണ്, ഇപ്പോൾ ഞങ്ങൾ കൂടിയാണെങ്കിൽ ഞങ്ങളിവിടെ ഏതെങ്കിലും സമയം കണ്ടെടുത്തിട്ട് ഞങ്ങൾ വന്ന് ചൊല്ലി കുടുംബ പ്രാർത്ഥന ചെയ്തിരിക്കും. വീട്ടിലുള്ളത് ഇപ്പോൾ മോളും വിലക്കാരത്തിയാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവർ 8 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ എവിടെയായിരുന്നാലും ഞങ്ങൾ ആ ഒരു ഫാമിലി പ്രാർത്ഥനയിൽ ഞങ്ങൾ യുണൈറ്റഡ് ആണ്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നത് മക്കളെ വളർത്തി വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഇന്നത്തെ സമൂഹത്തിൽ നിന്നുള്ള അവരുടെ ആ ഈവിൾ ഇൻഫ്ലുവൻസ്, ശരിക്കും നമുക്ക് മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയൊരു ചലഞ്ചാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ അവരെ രാവിലെ സ്കൂളിലേക്ക് വിട്ടു, തിരിച്ച് വൈകിട്ട് വരുന്നു. ആ സമയത്ത് അവർക്ക് ഒത്തിരി വേറെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. അപ്പോൾ ആ മക്കളെ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു പേരൻസിന് മാനുഷികമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ ലോകത്തിൽ നിന്ന് എല്ലാ ഈവിൾ ഇൻഫ്ലുവൻസിൽ നിന്ന് അവരെ തിരത്താൽ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. അപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന മുറിവുകൾ, വേദനകളെല്ലാം ഹീൽ ചെയ്യണേ, അവർക്ക് പഠിക്കുവാനായിട്ടുള്ള കഴിവ് കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ എന്നൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നുവരെ മക്കൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ദൈവം കാത്തു പരിപാലിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെ ഒന്നിച്ച് നിർത്തുവാനായിട്ട്, ആ സ്നേഹത്തിൽ ഒന്നിച്ച് നിർത്താനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ല, എൽസമ്മയും ജെറിലും ഒക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒറ്റ കുടുംബമായിട്ട് പോകുന്നു. വളരെയധികം സ്നേഹത്തിൽ പരസ്പര സ്നേഹത്തിലും ബോധ്യത്തിലൊക്കെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥന ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ വരുന്നവരൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. മാതാവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട്. വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്. അപ്പോൾ ഈ കുടുംബജീവിതം ഒരു മാതൃകാ കുടുംബജീവിതമായിട്ട് നിങ്ങൾക്ക് തന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
കാരണം ഇപ്പോൾ ഞങ്ങളോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ, നിങ്ങൾക്ക് ജീവിക്കാൻ എങ്ങനെയാണ് ഇങ്ങനെ പറ്റുന്നത്? ഈ പിള്ളേരെ ഒരേപോലെ കൊണ്ടു നടന്ന് നിങ്ങൾ ഹസ്ബൻഡും വൈഫും നല്ല സ്നേഹത്തോടെ മക്കളും ഒരുമയോടെ ഇതെങ്ങനെ കഴിയുന്നു എന്ന് ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളുടെ ജീവിതം കാണാനായിട്ട് ആൾക്കാർ വരാറുമുണ്ട്. വന്ന് താമസിച്ചിട്ടുമുണ്ട്. അല്ലാതെ രാവിലെ വന്ന് വൈകിട്ട് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിള്ളേരും ഞങ്ങളുമായിട്ടുള്ള രീതി കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബാക്കി ഇങ്ങനെ വരാറുണ്ട്, ബാക്കി ആൾക്കാർ. ഞങ്ങളതിനു വേണ്ടി ചെയ്യുന്നത്, മകൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോഴേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഒരു 8 വർഷമായിട്ട് ഞാനും എൽസമ്മയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പങ്കുവെച്ചത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ മക്കൾ വളരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് 4 പേർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ഭാവിയെ പറ്റി എന്നും ഉള്ള പ്രാർത്ഥനയിൽ മക്കൾ എന്ത് ജീവിതാന്തസ്സാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അറിയത്തില്ല. അവർ അച്ഛനാകാൻ പോവോ, സിസ്റ്ററാകാൻ പോവോ, കല്യാണം കഴിക്കുമോ, അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൽസമ്മയോട് പറഞ്ഞു, കേട്ടോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൽസമ്മ പറയും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്ത ചെല്ലുമ്പോഴൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 4 പേരായിരുന്നപ്പം 5 പേര് ഇപ്പോഴാണല്ലോ ആയത്. ഒരാൾ വിവാഹം കഴിച്ചപ്പോൾ 5 പേരായി. 4 പേരായിരുന്നപ്പോൾ ഈ 4 പേരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനായിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അവർ ഏത് ജീവിതാന്തസ്സിലേക്ക് പോകുന്നു ആ ജീവിതാന്തസ് ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ ആ വീട്ടുകാർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഇപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ടും അവരുടെ പേരൻസിന്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മുടക്കം കൂടാതെ. അതുമാതിരി ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, സെമിനാരിയൻസ് ഉണ്ട്, അല്ലാതെ ജോലിക്ക് വേണ്ടിയിട്ട് നേഴ്സിങ് അങ്ങനെ പഠിക്കുന്ന പിള്ളേരുണ്ട്. ആ പിള്ളേർ ഞങ്ങളുടെ പിള്ളേരെ പോലെ തന്നെ കണ്ട് അവർക്ക് വേണ്ടി ഒരു ദിവസം പോലും മുടക്കാതെ ഞങ്ങൾ എല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അതുമാതിരി അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും. ഈ എൽസമ്മയുടെ ഒരു പ്രത്യേകത, എൽസമ്മ ഞാൻ ഒന്നിച്ച് വന്നപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതായത് വളരെ തുച്ഛമായ ഇൻകം ഉള്ള സമയത്ത് പോലും അതിൽ നിന്നും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റു കുട്ടികളെ പഠിപ്പിക്കുക. അത് ഇന്നും എൽസമ്മ തുടരുന്നുണ്ട്. സെമിനാരി പഠിക്കുന്നവരെ, നേഴ്സിംഗ് പഠിക്കുന്ന അങ്ങനെ കുട്ടികളെ, പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വലിയ ഒത്തിരി ഉള്ളതിൽ നിന്നല്ല, കുറവുള്ളതിൽ നിന്നും എടുത്ത് മാറ്റി വെച്ചിട്ട് അവരെ പഠിക്കാനായിട്ട് സഹായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്കൊരു അനുഗ്രഹമായിട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് കുടുംബത്തിൽ. അതെൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം ഞങ്ങൾക്ക് 4 മക്കളെന്ന് പറഞ്ഞു. ഒരു 10 മക്കളുണ്ടെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അവരെങ്ങനെയും പഠിപ്പിക്കും ഒരു നിലയ്ക്കെത്താൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഇതാണ് ഞാൻ ഇപ്പം വേറെ കുറച്ച് മക്കളോട് ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണേലും കഷ്ടപ്പെട്ട് അല്ലെ എവിടുന്നേലും മേടിച്ചോ ലോൺ എടുത്ത് എങ്ങനെയാണേലും നമ്മളവരെ പഠിപ്പിച്ച് അവർക്കൊരു നല്ല ഒരു ഉയർന്ന സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ പ്രയത്നിക്കും. അതുകൊണ്ട് ഇങ്ങനെ കാഴ്ചപ്പാട് 4 5 മക്കളല്ല ഇനിയും ഉണ്ട് എന്നുള്ള അത് ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് മക്കളോടും ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കിപ്പം 2 പേർക്ക് ജോലിയായി. ഇപ്പം ഒരാൾ ഇപ്പം പഠിക്കാൻ പോയി. പക്ഷേ 2 പേരോടും ജോലി കിട്ടിയ സമയത്തും പറഞ്ഞു, നമുക്ക് വേണ്ടി മാത്രമല്ല ഇത്, എത്ര കഷ്ടപ്പെട്ടാലും പഠിച്ചാലും എല്ലാവർക്കും നല്ല ജോലി കിട്ടണമെന്നോ ശമ്പളം കിട്ടണമെന്നോ കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം കിട്ടണമെന്നോ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ എൻ്റെ മക്കളോട്. ഇപ്പം ആഷിത എൻ്റെ 5ാമത്തെ ഇപ്പം ഒരാളോട് വന്നിട്ടുണ്ട്, ആ മോളോട് വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി ഓടുകയാണ്. ഈ സുവിശേഷത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ഒന്നും അറിയാൻ മേലാത്ത ഒരു വ്യക്തി സാറിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, നല്ല സാമ്പത്തികമായ അടിത്തറയുണ്ട്, അത്യാവശ്യം പള്ളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് വീട്ടിൽ സ്വസ്ഥമായിരുന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ യേശുവിന് വേണ്ടി ഓടുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സാറിൻ്റെ മറുപടി? ആ വ്യക്തിയോട് സാർ എന്ത് മറുപടി പറയും? എനിക്ക് പറയാനുള്ളത്, ഈ താലന്തുകളുടെ ഉപമ ആണല്ലോ. താലന്തുകളുടെ ഉപമ എന്നെ ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ദൈവം ഒരു
ഒരു ഗിഫ്റ്റ് തരുന്നു. അതായത് താലന്തുകളുടെ ഉപമയിൽ ഉണ്ടായിരുന്ന സമ്പത്ത് വിഭജിച്ചു കൊടുക്കുകയാണല്ലോ ദാസന്മാർക്ക്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗിഫ്റ്റുകൾ പൂഴ്ത്തി വെക്കാനല്ല എന്നാണ് താലന്തുകളുടെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റുകളിൽ ഒന്ന് ഗിഫ്റ്റ് തന്നിരിക്കുന്നത് നല്ലൊരു ഗവൺമെൻറ് ജോലി തന്നിട്ടുണ്ട്, വേറൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എനിക്കൊരു കുടുംബം തന്നിട്ടുണ്ട്. ഇതുകൂടാതെ എനിക്ക് വചനം പ്രഘോഷിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് വചനം കൊടുക്കുവാനായിട്ടുള്ള ഒരു ഗിഫ്റ്റും കൂടെ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ താലന്തുകൾ എനിക്ക് തന്നിട്ട് ഞാൻ അതിനകത്ത് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ട് മൂന്നാമത്തെ ഞാൻ കുഴിച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ വിധിയുടെ ദിവസം നമ്മൾ വീണ്ടും അതിന് കണക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു ബോധ്യം എനിക്ക്, അതായത് ഈ താലന്തുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് അതിനെ വർദ്ധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു താലന്താണ് മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കുക, ഈശോയെ പങ്കുവയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഗിഫ്റ്റ്, അതിനുള്ള ഒരു വിളി ദൈവം എനിക്ക് തന്ന സ്ഥിതിക്ക് എനിക്ക് അത് പൂർണ്ണമായിട്ടും അത് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് എൻ്റെ ഒരു കർത്തവ്യമാണ്, എൻ്റെ ഒരു വിളിയാണ്. അപ്പോൾ ആ വിളി, ഗവൺമെൻറ് ജോലി തന്നതുകൊണ്ട് കർത്താവ് ഒരിക്കലും പറയുന്നില്ല നീ ഗവൺമെൻറ് ജോലി മാത്രം തന്നാൽ മതി, ചെയ്താൽ മതി. അതായത് എൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള, ഈശോയെ കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു വിളി ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഒരിക്കലും ദൈവം പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഉറച്ചൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ മരണം വരെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം എനിക്ക് വളരെ ഉറച്ച ബോധ്യമാണ് അങ്ങനെ ഒരു വിളി എനിക്കുണ്ടെന്നുള്ളത്. സാറ് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലേക്ക് വന്നത് 1980-കളുടെ 80-കളിലാണ്. ഇപ്പോൾ ഈ 2015-16 ഈ കാലഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ യുവജനങ്ങൾ ഒത്തിരി പേര് സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള യുവജനങ്ങളോട്, കാരണം ഇനി സുവിശേഷ പ്രവർത്തനങ്ങൾ അവരുടെ കൈകളിലാണ്, ആ യുവജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇന്നിപ്പോൾ പ്രത്യേകിച്ച് മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ, ഒത്തിരി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ്, ഫേസ്ബുക്ക് വഴിയായിട്ട്, വാട്സപ്പ് വഴിയായിട്ട് ഒക്കെ, പിന്നെ ഈ എന്താ പറയുക വീഡിയോ, പ്രിൻ്റ് മീഡിയ, ഇതിൽ നിന്നെല്ലാം ഒത്തിരി ഈവിൾ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്ന് യുവജനങ്ങളെ ഒത്തിരി വെല്ലുവിളികൾ അവളുടെ മുമ്പിൽ, നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള, നല്ല കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പോലും പോയിട്ട് പല ട്രാപ്പുകളിൽ പെടുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം നവീകരണ അനുഭവത്തിലേക്ക് വന്ന യുവജനങ്ങൾ, പ്രത്യേകിച്ച് റിന്യൂവലിലുള്ള യുവജനങ്ങൾ, ജീസസ് യൂത്ത് പോലെയുള്ള സംഘടനകളിലും യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് പോലെയുള്ള NSTയുടെ കീഴിലുള്ള സംഘടനകളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യുവജനങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. കാരണം കാശ് തം വെന്തിയാർ എന്നാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് അവരിലേക്ക് ഒരു റീച്ച് ഔട്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ്, ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കൂടുതൽ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് തുടങ്ങേണ്ടത് സ്കൂൾ മുതൽ തുടങ്ങണം. നമ്മൾ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ക്രിസ്ത്യൻ മിനിസ്ട്രി ചെയ്യുന്നത് പോലെ ഒത്തിരി വ്യക്തികൾ മുമ്പോട്ട് വന്നിട്ട് സ്കൂളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. അതുപോലെ യുവജനങ്ങൾ അവർ കോളേജിലാകുമ്പോൾ റീച്ച് ഔട്ട് ചെയ്യുക. ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേനും അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവർക്ക് അവരുടെ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ കൂടുതൽ യുവജനങ്ങളെ നവീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അവർ വഴി മാത്രമേ സഭ നവീകരിക്കപ്പെടുകയുള്ളൂ. ഇന്നത്തെ തലമുറ യുവജനങ്ങളുടെ തലമുറയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ആ വിളിക്ക് പൂർണ്ണമായിട്ടും ഉത്തരം കൊടുത്തുകൊണ്ട് യുവജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മീഡിയ, സോഷ്യൽ മീഡിയ വഴി റീച്ച് ഔട്ട് ചെയ്യുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഫേസ്ബുക്കും ഈ വാട്സപ്പും ഇൻ്റർനെറ്റും ഒക്കെ അതൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്ന്. അതല്ല ഞാൻ പറയുക. ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് അത് ദുരുപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. സുവിശേഷ പ്രസംഗങ്ങളിൽ മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മാതൃക കാട്ടിത്തന്ന ശ്രീ സിറിൽ ജോണിനും കുടുംബത്തിനും ജീസസ് ദ സിഇഒയുടെ നന്ദി. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.